പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യമായി നമ്മുടെ നാഥനിത നമ്മുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നു. കർത്താവിനെ നമുക്ക് ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അവിടുത്തെ വലിയ കാരുണ്യത്തെ ഓർത്ത് നമുക്ക് അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഇത് വെറും ഒരു ഗോതമ്പപ്പമല്ലെന്ന് നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇസ്രായേലിനെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വാഗ്ദാന നാട്ടിലേക്ക് നയിച്ച കർത്താവിത ഈ പരിശുദ്ധ കുർബാനയിൽ ഇസ്രായേലിൻ്റെ മരുഭൂയാത്രയിൽ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി തൻ്റെ പ്രിയപ്പെട്ട ജനത്തിന് കാവലായ കർത്താവിത ഈ പരിശുദ്ധ കുർബാനയിൽ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ ദാഹിച്ച് വലഞ്ഞപ്പോൾ തീക്കൽ പാറയെ പിളർന്ന് വെള്ളമൊഴുക്കിക്കൊടുത്ത കർത്താവിത ഈ പരിശുദ്ധ കുർബാനയിൽ വിശന്നു വലഞ്ഞ തൻ്റെ ജനത്തിന് ആകാശം കീറി മന്നയും കാടപ്പക്ഷിയും ഒഴുക്കിക്കൊടുത്ത കർത്താവിത ഈ പരിശുദ്ധ കുർബാനയിൽ ഇസ്രായേൽ മക്കളുടെ യാത്രയ്ക്ക് ചെങ്കടൽ വലിയ പ്രതിസന്ധി തീർത്തപ്പോൾ ചെങ്കടലിനെ ഭാഗിച്ച് വരണ്ട നിലമാക്കി തൻ്റെ പ്രിയപ്പെട്ട ജനത്തെ മറുകരയെത്തിച്ച കർത്താവിത ഈ പരിശുദ്ധ കുർബാനയിൽ ജെറീക്കോ കോട്ട വലിയ പ്രതിസന്ധി തീർത്തപ്പോൾ ഒരായുധവും ഉപയോഗിക്കാതെ ജെറീക്കോ കോട്ടയെ തകർത്ത കർത്താവ് ഇതായി പരിശുദ്ധ കുർബാനയിൽ അന്ധന് കാഴ്ച നൽകിയവൻ, ബധിരന് കേൾവി നൽകിയവൻ, ഊമന് സംസാരശേഷി നൽകിയവൻ, 5 അപ്പം 5000 ഭാഗിച്ചു കൊടുത്തവൻ, പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയവൻ, തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ചവൻ, മരിച്ചു മണ്ണടിഞ്ഞ ലാസറെ പുറത്തു വരിക എന്ന ശബ്ദത്താൽ ജീവനിലേക്ക് മടക്കിക്കൊണ്ടുവന്ന് അതേ കർത്താവ് ഇന്നിതാ ഈ പരിശുദ്ധ കുർബാനയിൽ. നമുക്കൊന്ന് ചേർന്ന് കർത്താവിനെ ആരാധിക്കാം, അവിടുത്തെ മഹത്വപ്പെടുത്താം. അവിടുന്ന് നൽകുന്ന വലിയ സ്നേഹത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി നമുക്ക് കർത്താവിനെ ഈ ഗാനത്തോട് ചേർന്ന് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കുന്ന
അർപ്പിക്കുന്നീ കാഴ്ചകൾ അങ്ങേ സന്നിധിയിൽ അർപ്പിക്കുന്നീ കാഴ്ചകൾ. ദിവ്യകാരുണ്യമായി നമ്മളോടൊപ്പമായിരിക്കുന്ന കർത്താവിനെ നമുക്ക് ഹൃദയം തുറന്ന് ആരാധിക്കാം. അവിടുത്തെ കരുണയ്ക്ക് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ അവിടുത്തെ വലിയ കൃപ നമ്മളിലേക്ക് ഒഴുകുകയാണ്. പുതിയ അഭിഷേകം നമ്മളിലേക്ക് ഒഴുകുകയാണ്. പുതിയ ശക്തി നമ്മളിലേക്ക് ഒഴുകുകയാണ്. കർത്താവിനെ ആരാധിക്കുമ്പോൾ അവിടുന്ന് നമ്മളെല്ലാവരെയും ആശീർവദിക്കും. ഈ നിമിഷങ്ങളിൽ കരങ്ങൾ കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തി ഹൃദയം തുറന്ന് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, അവിടുന്ന് ഞങ്ങളോട് കാണിക്കുന്ന വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന വലിയ കൃപകളെ ഓർത്ത് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന വലിയ സംരക്ഷണത്തെ ഓർത്ത് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന വലിയ കരുതലിനെ ഓർത്ത് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ദിവ്യകാരുണ്യത്തിലേക്ക് മാത്രം നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാം തിരുവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തുന്നു: എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പ്രിയ ദൈവമക്കളെ, ദൈവസ്നേഹത്തിൻ്റെ പാരമ്യതയെ വിളിച്ചോതുന്ന തിരുവചനമാണിത്. ഒന്നും സ്വന്തമാക്കാതെ തനിക്കുള്ളതെല്ലാം പങ്കുവയ്ക്കുന്ന സ്വർഗത്തിൻ്റെ സ്നേഹം. താൻ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പൂർണ്ണമായി പങ്കുവയ്ക്കുന്ന ഒരു ദൈവം. തിരുവചനത്തിലുടനീളം നമ്മൾ കണ്ടുമുട്ടുക പങ്കുവെച്ചു തരുന്ന ഒരു ദൈവത്തെയാണ്. ആർക്കാണ് പങ്കുവെക്കാൻ സാധിക്കുക? നിറഞ്ഞ സ്നേഹമുള്ളവർക്ക് മാത്രമേ പകുത്തു നൽകാൻ സാധിക്കുകയുള്ളൂ. സൃഷ്ടിയുടെ ആരംഭം മുതൽ ഈ സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കലാണ് നമ്മൾ കാണുന്നത്. സൃഷ്ടിയുടെ മകുടമായി മനുഷ്യനെ സൃഷ്ടിച്ച് ഏറ്റവും ശ്രേഷ്ഠമായൊരിടം സ്വർഗം അവന് ഒരുക്കുകയാണ്. ഏദൻ്റെ പറുദീസ.
അവിടെ അവൻ്റെ എല്ലാ ഏകാന്തതകളെയും ഒറ്റപ്പെടലുകളെയും മാറ്റുവാൻ സ്വർഗം അവന് കൂട്ടൊരുക്കുന്നു. സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കൽ. മനുഷ്യൻ വീണുപോയപ്പോഴും ആ സ്നേഹം അസ്തമിച്ചു പോകുന്നില്ല. ആദമും ഹവ്വായും പാപം ചെയ്ത് ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നുപോയി അവർ നഗ്നരാണെന്ന് തിരിച്ചറിയുമ്പോൾ അവർ ചെയ്യുന്നത് അത്തിയിലകൾ കൂട്ടിത്തുന്നി വസ്ത്രമുണ്ടാക്കി. സ്നേഹത്തിൻ്റെ പുതിയൊരു പാഠം നൽകി സ്വർഗം വീണ്ടും അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നത് നമ്മൾ കാണുന്നു. നമുക്കറിയാം, അത്തിയിലകൾക്ക് അധിക നാൾ ആയുസ്സുണ്ടാവില്ല. വീണ്ടും അവരുടെ നഗ്നത അനാവൃതമാക്കപ്പെടും. അപ്പോൾ തമ്പുരാൻ ചെയ്യുന്നത് അത്തിയിലകൾക്ക് പകരം തോലുകൊണ്ടൊരു ഉടയാടയുണ്ടാക്കി അവരുടെ നഗ്നത മറയ്ക്കുന്നു. സ്നേഹം വീണ്ടും ഒഴുകപ്പെടുകയാണ്. വീണ്ടും പാപം പെരുകുമ്പോൾ തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് കായേൻ തൻ്റെ സഹോദരനെ കൊല്ലുകയാണ്. സ്നേഹത്തെ തിരസ്കരിച്ച് പാപം വർദ്ധിക്കുമ്പോൾ കായേനെയും വിട്ടുകളയാതെ അവൻ്റെ മുകളിൽ ഒരു മുദ്ര പതിച്ചിട്ട് കായേനെ വീണ്ടും സംരക്ഷിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട ജനമായി ഇസ്രായേലിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിക്കാൻ തൻ്റെ പ്രിയപ്പെട്ട ജനത്തെ വാഗ്ദാന നാട്ടിലേക്ക് നയിക്കുന്ന യാത്ര നമ്മൾ തിരുവചനത്തിൽ വീണ്ടും കണ്ടുമുട്ടുകയാണ്. താൻ സ്നേഹിച്ച ജനത്തിനോടൊപ്പം നടക്കുന്ന കർത്താവ് പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി തൻ്റെ പ്രിയ ജനത്തിന് കൂട്ടുവരുന്ന ദൈവം. ഈ മരുഭൂയാത്രയിൽ മാറായിലെത്തുമ്പോൾ അവർക്ക് കയ്പ് നിറഞ്ഞ വെള്ളം അവിടെ കിട്ടുന്നു. ആ കയ്പ് രസത്തെ മാറ്റി മധുരമേറിയ ജലം നൽകിക്കൊണ്ട് അവരെ വീണ്ടും സ്നേഹിക്കുന്ന ഒരു ദൈവം. വിശന്നു വലഞ്ഞ ജനത്തെ അന്നുവരെ കേട്ടുകേൾവി പോലുമില്ലാത്ത സ്വർഗത്തിൻ്റെ അദൃശ്യ ഭക്ഷണമൊഴുക്കി അവരുടെ വിശപ്പ് മാറ്റുന്ന ദൈവം. നോക്കുക പ്രിയമുള്ളവരെ, സ്നേഹത്തിൻ്റെ പങ്കുവെക്കലാണ് ഇവിടെയെല്ലാം. ഇങ്ങനെ സ്നേഹിക്കാൻ സ്വർഗത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. തൻ്റെ ജനത്തെ രക്ഷിക്കാൻ തൻ്റെ പ്രിയപുത്രനെ പോലും ഒഴിവാക്കാതെ അവൻ നമുക്ക് വേണ്ടി പങ്കുവെച്ചു തരികയാണ്. കർത്താവ് പിതാവിൻ്റെ സ്നേഹത്തെപ്പറ്റി തൻ്റെ കൂടെ ആയിരുന്നവരോട് പങ്കുവയ്ക്കുന്നത് മനോഹരമായ ഒരു ഉപമയിലൂടെയാണ്. ആരാണപ്പൻ
എന്താണ് അപ്പൻ്റെ സ്നേഹമെന്ന് ധൂർത്തനായ പുത്രൻ്റെ ഉപമയിലൂടെ കർത്താവ് തൻ്റെ കേൾവിക്കാരോട് പങ്കുവെക്കുന്നത് നമ്മൾ കാണുകയാണ്. മകൻ പിതാവിനെ ഉപേക്ഷിച്ച് ദൂരത്തേക്ക് പോകുന്നു. എന്നാൽ മകൻ പോയ അന്ന് തൊട്ട് വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന ഒരു പിതാവിൻ്റെ ചിത്രം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ? ദൈവസ്നേഹം, കാത്തിരിക്കുന്ന ദൈവസ്നേഹം വീണ്ടും വെളിപ്പെട്ട് കിട്ടുകയാണ്. മകൻ മടങ്ങി വരുമ്പോൾ ദൂരമേ തന്നെ അവനെ തിരിച്ചറിയുന്ന ഒരു പിതാവ്. അവൻ തന്നെ തന്നെ വികൃതമാക്കിയെങ്കിലും പിതാവ് തൻ്റെ പുത്രനെ ദൂരമേ തന്നെ തിരിച്ചറിയുന്നു. സ്നേഹനിധിയായ ഒരു പിതാവിൻ്റെ ചിത്രം. വിട്ടുകളയാൻ ആഗ്രഹിക്കാത്ത ഒരപ്പൻ, മാറ്റി നിർത്താൻ ആഗ്രഹിക്കാത്ത ഒരപ്പൻ, മാറിപ്പോകാൻ ആഗ്രഹിക്കാത്ത ഒരപ്പൻ, സ്വർഗത്തിൻ്റെ സ്നേഹമാണ്. മടങ്ങി വരുന്നവനെ മാറോട് ചേർത്ത് വെച്ച് നീ എൻ്റെ പ്രിയ മകൻ തന്നെയാണെന്ന് ഉറപ്പ് കൊടുക്കുന്ന ദൈവസ്നേഹം. അവന് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു നൽകി അവനെ സ്വന്തമാക്കുന്ന സ്നേഹം. നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അവൻ്റെ കാതുകളിൽ മന്ത്രിക്കുന്ന ഒരു പിതാവ്. എൻ്റെ ഉള്ളം കയ്യിൽ നിന്റെ പേര് എഴുതപ്പെട്ടിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മൾക്കുള്ള ഏറ്റവും വലിയ ഉറപ്പ് ഈ കാലഘട്ടത്തിൽ, ഈ ജീവിതയാത്രയിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഉറപ്പ്, നമ്മുടെ ഓരോരുത്തരുടെയും പേരുകൾ കർത്താവ് തൻ്റെ ഉള്ളം കയ്യിൽ എഴുതി സൂക്ഷിച്ചിരിക്കുന്നു എന്നതാണ്. ഈ സ്നേഹിക്കുന്ന പിതാവിൻ്റെ സ്നേഹത്തെ നമുക്ക് അനുഭവിക്കാം ഈ സമയം. ഈ സ്നേഹപിതാവിൻ്റെ പങ്കുവെച്ചു തരുന്ന സ്നേഹത്തെ നമുക്ക് അനുഭവിക്കാം ഈ സമയം. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ഈ സ്നേഹിക്കുന്ന പിതാവിൻ്റെ സ്നേഹവലയത്തിലേക്ക് നമുക്കും ഒന്ന് ചേർന്ന് നിൽക്കാം. അവൻ വിട്ടുകളയാൻ ആഗ്രഹിക്കാത്ത സ്നേഹത്തിൻ്റെ ഉറവിടമാണ്. ഈ നിമിഷങ്ങളിൽ ഈ ഗാനത്തോട് ചേർന്ന് ആ സ്നേഹത്തെ നമുക്ക് അനുഭവിക്കാം. അവിടുന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് ഒഴുക്കുന്ന ആ സ്നേഹത്തെ നമുക്ക് പൂർണ്ണമായി സ്വീകരിച്ച് സ്നേഹത്തിൽ ധൂർത്തനായ ആ പിതാവിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹം വർണ്ണിച്ചേ
സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. ഈ നിമിഷങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, നിന്റെ സ്നേഹമാണ് എന്നെ നിലനിർത്തുന്നത്. എനിക്ക് സ്വന്തമായി ഒന്നുമില്ല കർത്താവേ, സർവ്വതും നിന്റെ സ്നേഹത്താൽ എനിക്ക് ലഭിച്ചത് മാത്രമാണ്. സ്വന്തമായൊന്നുമില്ല, സർവ്വതും നിന്ദാനം. സ്വസ്ഥമായുറങ്ങിടാൻ സമ്പത്തിൽ മയങ്ങാതെ, മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായ ഫലമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കർത്താവേ, ഈ സമയം ഞാൻ തിരിച്ചറിയുന്നു, എൻ്റെ സ്വപ്നങ്ങളല്ല, നിന്റെ സ്നേഹത്താൽ നീ എനിക്ക് നൽകുന്ന നിന്റെ ചില സ്വപ്നങ്ങളുണ്ട്, നിന്റെ ഇഷ്ടങ്ങളുണ്ട്, നിന്റെ ആഗ്രഹങ്ങളുണ്ട്. കർത്താവേ, എൻ്റെ സ്വപ്നങ്ങളെക്കാൾ ഉപരി നിന്റെ സ്നേഹത്താൽ, എന്നോടുള്ള നിറഞ്ഞ സ്നേഹത്താൽ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിന്റെ വലിയ സ്നേഹ സ്വപ്നങ്ങളെ പിന്തുടരാനുള്ള അഭിഷേകം, ശക്തി എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും, മിത്രങ്ങൾ അകന്നാലും ശത്രുക്കൾ നിരന്നാലും, രക്ഷാകവചം നീ മാറാതെന്നാലും, അങ്ങൻ മുൻപേ പോയ ഭയമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. വീണ്ടും നമ്മൾ തിരുവചനത്തിൽ കാണുന്നത് കർത്താവിൻ്റെ സ്നേഹം നിരന്തരം കൂടെ നടക്കുന്ന സ്നേഹമാണ്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ നടക്കുന്ന ഒരു ദൈവം. അവർ പോകുന്ന വഴിയാത്രയിലൊക്കെ അവർക്കാവശ്യമായ കാര്യങ്ങൾ പകർന്നു നൽകും. ഒറ്റയ്ക്ക് വിടാൻ ആഗ്രഹിക്കാതെ അവരോടൊപ്പം സഞ്ചരിക്കുകയാണ്. സംരക്ഷണത്തിൻ്റെ കവചമൊരുക്കുന്ന ദൈവസ്നേഹം.
മക്കളെ, ഇന്ന് നമ്മൾ ഈ ജീവിതയാത്രയിൽ മുമ്പോട്ട് പോകുന്നു എങ്കിൽ ഇത് നമ്മുടെ കഴിവ് കൊണ്ടോ, നമ്മുടെ മിടുക്ക് കൊണ്ടോ, നമ്മുടെ സാമർഥ്യം കൊണ്ടോ, നമ്മുടെ ബുദ്ധിശക്തി കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് സംരക്ഷിക്കുന്ന തമ്പുരാൻ്റെ കരവലയം നമ്മളെ വിട്ടുമാറാതെ പൊതിഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ്. ഇന്നും കൂടെ നടക്കുകയാണ് അവൻ. തൻ്റെ സാന്നിധ്യം പരിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് നൽകിക്കൊണ്ട് വിട്ടുകളയാതെ അവൻ നമ്മളെ ചേർത്ത് പിടിക്കുകയാണ്. തന്നെ മുറിച്ച് നൽകിക്കൊണ്ട്, തന്നെ നൽകിക്കൊണ്ട് അവൻ നമ്മളെ ആ സ്നേഹത്തിലേക്ക് തിരികെ വിളിക്കുന്നു. അവൻ നമ്മളെ അവിടുത്തെ വലിയ സ്നേഹത്തിൽ നിലനിർത്തുന്നു. കൂടെ നടക്കുന്ന ദൈവസ്നേഹം. നിന്റെ കാൽ കല്ലിനോട് തട്ടാത്തവണ്ണം കരങ്ങളിൽ അവിടുന്ന് നിന്നെ സംരക്ഷിക്കും എന്ന വചനം ഇന്ന് സംരക്ഷണത്തിൻ്റെ കവചമൊരുക്കുന്ന തമ്പുരാൻ്റെ സ്നേഹത്തെ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നു. ഞാൻ സ്നേഹമാകുന്നു എന്ന് പറഞ്ഞിട്ട് പോയ ഒരു ദൈവമല്ല, ഞാൻ സ്നേഹമാണ് എന്ന് നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാക്കിയ ഒരു തമ്പുരാൻ. ഈശോയെ, എൻ്റെ കർത്താവേ, ഈ ആരാധനയിൽ ഞങ്ങൾ നിൻ്റെ ആ വലിയ സ്നേഹത്തെ അനുഭവിച്ചറിയുന്നു. പ്രിയപ്പെട്ടവനെ പോലും പകർത്തു നൽകിയ അവിടുത്തെ വലിയ സ്നേഹം. പിതാവ് തൻ്റെ ഏകജാതനെ നൽകി, പുത്രൻ തന്നെ നൽകി. ആ സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ നമുക്ക് നമ്മളെ തന്നെ ചേർത്ത് വെക്കാം. ദൈവസ്നേഹം ഒരിക്കലും മാഞ്ഞു പോകുന്നില്ല, മറഞ്ഞു പോകുന്നില്ല, അതൊരു നാളും അസ്തമിക്കുന്നുമില്ല. ഈ ലോകത്തിൽ നീ ഏറ്റവും സ്നേഹിച്ചവരും നിന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്നു എന്ന് നീ കരുതുന്നവരും ഉപേക്ഷിച്ചാലും, തള്ളിപ്പറഞ്ഞാലും, മാറി നടന്നാലും, മറന്നുപോയാലും ഒരിക്കലും പിരിയാത്ത സ്നേഹവുമായി തമ്പുരാൻ നമ്മളെ മാറോട് ചേർക്കുന്നു. നൽകാൻ മാത്രം അറിയാവുന്ന ഒരു ദൈവം. എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ് എന്ന് പറഞ്ഞ് നമ്മളെ ആ സ്നേഹത്തിലേക്ക് വീണ്ടും മടക്കി വിളിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം.
സ്നേഹത്തെ നമുക്ക് അനുഭവിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ. കർത്താവിൻ്റെ സ്നേഹത്തെ അനുഭവിച്ചറിയണം. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിനെന്ന് സങ്കീർത്തകൻ പറയുന്നില്ല. അവിടുത്തെ സ്നേഹത്തെ രുചിച്ചറിയാൻ, ആ വലിയ സ്നേഹത്തെ രുചിച്ചറിയാനുള്ള ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടം ഒത്തിരി സ്വാർത്ഥ സ്നേഹങ്ങളെ നമ്മുടെ മുമ്പാകെ നിർത്തി നമ്മളെ അതിലേക്ക് മാടി വിളിക്കുമ്പോൾ ഈശോയുടെ സ്നേഹത്തിൻ്റെ, പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ആ വലിയ മാധുര്യം അനുഭവിക്കുവാൻ സ്വർഗം നമ്മളെ വിളിക്കുകയാണ്. ദൈവസ്നേഹം നമ്മളെ ഓരോരുത്തരെയും മുദ്രയിട്ട് സംരക്ഷിക്കുന്ന സ്നേഹമാണ്. തൻ്റെ പ്രിയപ്പെട്ടവരെ സംഹാരദൂതനിൽ നിന്ന് രക്ഷപ്പെടാൻ ഇസ്രായേൽക്കാരുടെ കട്ടളപ്പടികളിൽ കുഞ്ഞാടിൻ്റെ രക്തത്താൽ മുദ്രയിട്ടപ്പോൾ അവരെല്ലാം സുരക്ഷിതരായി തീർന്നു. സ്നേഹിക്കുന്നവർ സ്വർഗത്തിൻ്റെ മുദ്രയിട്ട് ഈ അപ്പൻ നമ്മളെ സംരക്ഷിക്കുകയാണ്. അംഗീകാര മുദ്ര, നിങ്ങൾ എൻ്റെ മക്കളാണ് എന്ന അംഗീകാര മുദ്ര നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചാർത്തി സ്വർഗം നമ്മളെ സ്നേഹിക്കുന്നു. സ്നേഹപിതാവേ, എന്നെ ഞങ്ങൾ ആരാധിക്കട്ടെ, എന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തട്ടെ, എന്നെ ഞങ്ങൾ ഒന്നു ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവസ്നേഹം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി തന്നെ തന്നെ ചെറുതാക്കിയ ഒരു പിതാവ്. തന്നെ തന്നെ ചെറുതാകാൻ, സ്നേഹിക്കുന്നവരുടെ മുമ്പിൽ ചെറുതായി, ഒരു ഗോതമ്പപ്പം പോലെ ചെറുതായി പരിശുദ്ധ കുർബാനയായി മാറിയ ദൈവസ്നേഹം. ഒരു ചെറിയ കാറ്റിൽ പറന്നു പോകാവുന്ന ഈ ഗോതമ്പപ്പത്തിലേക്ക് തന്നെ തന്നെ ചെറുതാക്കി കടന്നു വരുന്ന ദൈവത്തിൻ്റെ വലിയ സ്നേഹം. കർത്താവേ, എൻ്റെ ഈ ചെറുതാകൽ എൻ്റെ വലിയ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. വലിയ
സ്നേഹമുള്ളവർക്ക്, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചെറുതാകാൻ പറ്റുള്ളൂ. ഇന്ന് നമ്മളൊക്കെ ജീവിതയാത്രയിൽ ചെറുതാകാൻ പറ്റാതെ വേദനിക്കുന്നുണ്ട് എങ്കിൽ സ്വർഗം സ്നേഹത്തിലൂടെ പഠിപ്പിക്കുകയാണ്, ഉള്ളിൽ വലിയ സ്നേഹമുള്ളവർക്ക് ചെറുതാകാൻ പറ്റും. പരിശുദ്ധ കുർബാന നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇത്ര ചെറുതാകാൻ ഇത്ര വളരണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം? പരിശുദ്ധ കുർബാനയായി നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മുമ്പിൽ, നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുന്ന കർത്താവ്, ആ തമ്പുരാനെ നമുക്കൊരിക്കൽ കൂടി ചേർന്ന് പാടി ആരാധിക്കാം. സ്നേഹം, ദൈവസ്നേഹം, അകതാരിലലിയാൻ വരുന്നു. സ്നേഹം നിന്റെ യേശു, തിരുവോസ്തിയായി എന്നിലണയും. സ്നേഹം, ദൈവസ്നേഹം, അകതാരിലലിയാൻ വരുന്നു. സ്നേഹം നിന്റെ യേശു, ഇത്ര ചെറുതാകാൻ ഇത്ര വളരണം. ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം? ഇത്ര ചെറുതാകാൻ ഇത്ര വളരണം. ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം? നോവിച്ച നാവിലല്ലേ നാഥൻ സ്നേഹത്തിൻ കൂദാശയേകി. നിന്ദിച്ച മാനസത്തിൽ നീ ചെറുതാകാൻ ഇത്ര വളരണം. ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം? ഇത്ര ചെറുതാകാൻ ഇത്ര വളരണം. ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം?
തന്നെ തന്നു. ക്രൂശിച്ച കൈയിലല്ലേ നാഥൻ ജീവന്റെ മന്ന തന്നു. കോപിച്ച മാനസത്തിൽ നീ സ്നേഹാഗ്നി ജ്വാലയുമായി. കോപിച്ച മാനസത്തിൽ നീ സ്നേഹാഗ്നി ജ്വാലയുമായി. തിരുഹോസ്തിയായി എന്നിലണയും സ്നേഹം ദൈവസ്നേഹം. അകതായിലലിയാൻ വരുന്നു സ്നേഹം എന്റെ ഈശോ. തിരുഹോസ്തിയായി എന്നിലണയും സ്നേഹം ദൈവസ്നേഹം. അകതായിലലിയാൻ വരുന്നു സ്നേഹം എന്റെ ഈശോ. ചെറുതാകാൻ എത്ര വളരണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. ഇത്ര ചെറുതാകാൻ എത്ര വളരണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. സ്നേഹത്തിൻ്റെ നിറകുടമായ തമ്പുരാൻ്റെ സന്നിധിയിൽ അവിടുത്തെ സ്നേഹം നമ്മളിലേക്കും പകർന്നു കിട്ടാനായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇനിയുള്ള നിമിഷങ്ങളിൽ നമ്മൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിൻ്റെ ആ സ്നേഹം കരുതലാകുന്ന, കാവലാകുന്ന, കൂട്ടുവരുന്ന, മാറിപ്പോകാത്ത, മാറ്റി നിർത്താത്ത, മാറോട് ചേർക്കുന്ന ആ സ്നേഹത്തെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വീകരിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ സ്നേഹം പലപ്പോഴും എന്ത് കിട്ടും എന്ന് നോക്കിയാവുന്നു. എന്നാൽ സ്വർഗത്തിൻ്റെ സ്നേഹം എന്ത് നൽകാം എന്നതാണ്. നമ്മൾ എന്ത് കിട്ടുമെന്ന് ആഗ്രഹിച്ച് സ്നേഹിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ സ്നേഹം നിനക്ക് ഇനി എന്ത് തരാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവസാനത്തെ തുള്ളിച്ചോരയും നമുക്കായി തന്ന ഒരു ദൈവം. ഈ നിമിഷങ്ങളിൽ കരങ്ങളെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മൾ ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നിന്റെ സ്നേഹത്തിൻ്റെ വക്താക്കളായി ജീവിക്കാനുള്ള അഭിഷേകം തരണമേ. പ്രത്യേകിച്ച് വളരെ അസ്വസ്ഥത നിറഞ്ഞ ഈ ലോകത്തിൽ അനേക മക്കൾ ഭയത്തിലും ആകുലതയിലും വേദനയിലും സങ്കടത്തിൻ്റെ നെരിപ്പോടിൽ നീറുമ്പോൾ കർത്താവേ, നിന്റെ സ്നേഹത്തിൻ്റെ വക്താക്കളായി ഈ കാലഘട്ടത്തിൽ ജീവിപ്പാനുള്ള ശക്തി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വേദനിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിന്റെ സന്നിധിയിൽ കരങ്ങളുയർത്തി ഈ ലോകത്തിൽ സമാധാനം സംസ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടി കരങ്ങളുയർത്തി നിലവിളിക്കാൻ, നിന്റെ കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കാനുള്ള ഒരു അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. നാഥ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അനേക മക്കൾ നിലവിളിക്കുമ്പോൾ കർത്താവേ, നിന്റെ പക്കൽ നിറഞ്ഞ സ്നേഹത്തോടെ അവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. അനേക മക്കളുടെ കണ്ണുനീര് നീ മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്.
നിരാശയിലും വേദനയിലും കഴിയുന്ന ജീവിതങ്ങളുടെ മേൽ കർത്താവേ അവിടുത്തെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആരോരുമില്ല എന്ന് കരുതി ഒറ്റപ്പെട്ട് രോഗം പേറി ഒരു മുറിക്കുള്ളിൽ അടച്ചിട്ടപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഈ സമയം നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ് നാഥ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഒറ്റപ്പെട്ടൊരു മുറിയിൽ സ്നേഹിച്ചവരെല്ലാവരെയും വിട്ട് ഒറ്റപ്പെട്ട് കഴിയുന്ന രോഗബാധിതരായ പ്രിയപ്പെട്ടവരുടെ മേൽ കർത്താവേ അവിടുത്തെ കരുണ ഈ സമയം വർഷിക്കണമേ എന്ന് ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. സമാധാനത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരനുഭവം അവരുടെ ഹൃദയങ്ങൾക്ക് കൊടുക്കണമേ കർത്താവേ. അവരൊറ്റയ്ക്കല്ല, നീ അവരോടൊപ്പമുണ്ടെന്നുള്ളൊരു ബോധ്യം അവരുടെ ഹൃദയങ്ങൾക്ക് കൊടുക്കണം. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാകും. കർത്താവേ, ഈ സമയം ഹൃദയം തുറന്ന് ഞങ്ങൾ ലോകത്തിന് മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ പ്രതികൂലമായ സാഹചര്യത്തിൻ്റെ മേൽ നിന്റെ സ്നേഹത്തിൻ്റെ ഇടപെടൽ സംഭവിക്കട്ടെ കർത്താവേ. നിന്റെ മക്കൾ വേദനിച്ചും സങ്കടപ്പെട്ടും നിരാശപ്പെട്ടും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, മറിച്ച് ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ സ്നേഹത്തിൽ ഉത്തരോത്തരം വളരുന്ന ഒരു സമൂഹത്തെ ആണ് നീ ആഗ്രഹിക്കുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ലോകത്തിൽ സമാധാനവും സ്നേഹവും പുനഃസ്ഥാപിക്കണമേ. പ്രത്യേകിച്ച് കർത്താവേ, ഈ കൊറോണയുടെ വ്യാപനം കാരണം ഭാരപ്പെട്ട് മനസ്സ് തളർന്നിരിക്കുന്ന മക്കളെ അവിടുത്തെ സ്നേഹം കൊണ്ട് ബലപ്പെടുത്തണമേ. അവരെ ശുശ്രൂഷിക്കുന്ന അനേക മക്കളുണ്ടല്ലോ കർത്താവേ, നിന്റെ സ്നേഹത്തിൻ്റെ അംശം അവരുടെ ഉള്ളിലുള്ളത് കൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ സമസ്തവും മാറ്റിവെച്ച് കർത്താവേ ഈ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ നിന്റെ സ്നേഹത്താൽ നിറഞ്ഞ് നിന്റെ മക്കൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ കർത്താവേ അവരെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തുള്ള എല്ലാ ഭരണാധികാരികളെയും ഞങ്ങൾ ഈ സമയം അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു കർത്താവേ. ഭരണാധികാരികളിലൂടെ നിന്റെ സ്നേഹം വെളിപ്പെടട്ടെ, നിന്റെ സ്നേഹം വെളിപ്പെടട്ടെ. അവർ നിന്റെ സ്നേഹത്താൽ നിറഞ്ഞ് ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ കർത്താവേ അവരെ സഹായിക്കണമേ. നിന്റെ വലിയ സ്നേഹത്തിൽ ഐക്യപ്പെട്ട് ലോകം മുഴുവനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണമേ കർത്താവേ, അലിവ് തോന്നണമേ. കരുണയും സ്നേഹവും ഒഴുക്കി നിന്റെ മക്കളെ നീ സുഖപ്പെടുത്തണമേ. നിമിഷങ്ങളിൽ നമ്മൾ ഒരിക്കൽ കൂടി അവിടുത്തെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നിറയപ്പെടാൻ, ആ സ്നേഹത്തെ അനുഭവിച്ചറിയുവാൻ, ആ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ, ആ സ്നേഹത്തിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മളൊന്നു ചേർന്ന് കരങ്ങൾ ഉയർത്തി ഈ സമയം ഈശോയെ ആരാധിക്കുകയാണ്.
ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ കർത്താവ് അവിടുത്തെ വലിയ സ്നേഹം, ആ സ്നേഹത്തിലേക്ക് നമ്മളും ചേർക്കപ്പെടുകയാണ് എന്ന് പൂർണ്ണമായി വിശ്വസിക്കും. അവിടുത്തെ വലിയ സ്നേഹം നമ്മളിലേക്ക് പകർന്നു കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് നമുക്കൊരിക്കൽ കൂടി കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിന്ന് സ്വാർത്ഥത നീങ്ങിപ്പോകട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തിന്മകളെല്ലാം നീങ്ങിപ്പോകട്ടെ. അവിടുത്തെ സ്നേഹം ഞങ്ങളിൽ കത്തിപ്പടരട്ടെ. അവിടുത്തെ സ്നേഹത്തിൻ്റെ വക്താക്കളായി നീ ഞങ്ങളെ തീർക്കണമേ. അവിടുത്തെ സ്നേഹത്തിൽ നിരന്തരം ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ,
ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്നിൽ ഇറക്കണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്നിൽ ഇറക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഈ സമയം ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഹൃദയം നിറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, അവിടുത്തെ സ്നേഹത്തിൽ, അവിടുത്തെ വലിയ സ്നേഹത്തിൽ പങ്കുപറ്റി ജീവിപ്പാൻ, ആ സ്നേഹം അനുഭവിച്ച് ജീവിപ്പാൻ, ആ സ്നേഹം പകർന്നു കൊടുത്ത് ജീവിക്കാൻ ഞങ്ങളെയും സഹായിക്കണമേ എന്ന് അവിടുത്തെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം.